Large language models are revolutionizing the natural language processing field. ChatGPT, BART, Falcon, models are pushing to the industry and the companies are fighting to get a edge, right? So today we are going to discuss about the outstanding open source model called Falcon. എന്താണ് ഫാൽക്കൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ബിക്കോസ് ഫാൽക്കൺ ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ സോഴ്സ്ഡ്. ചാറ്റ് ജി പി ടി പോലെ നമുക്ക് പേയ്മെന്റ് കൊടുക്കണ്ട, അതുപോലെ തന്നെ ബേർട്ടിൻ്റെ അത്ര കോംപ്ലക്സിറ്റി ഇല്ല, ആൻഡ് ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. എൽ എൽ എം ബെഞ്ച് മാർക്കിൽ ടോപ്പ് 1 ഓർ ടോപ്പ് 3യിൽ ഹിറ്റ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് മോഡലായ ഫാൽക്കൺ ഉപയോഗിച്ച് ഒരു ഡോക്യുമെന്റ് ക്വസ്റ്റ്യൻ ആൻസറിംഗ് ആണ് ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇൻ ദിസ് ട്യൂട്ടോറിയൽ വി വിൽ ഡു ദ എൻഡ് ടു എൻഡ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് and jump straight into it. So ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹഗ്ഗിങ് ഫേസിൽ പോവുക. ഹഗ്ഗിങ് ഫേസിൽ പോയിട്ട് ഒരു API കീ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഹഗ്ഗിങ് ഫേസിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോയിട്ട് നമ്മുടെ ഡെവലപ്പർ സൈഡിൽ പോവുക. ഡെവലപ്പർ സൈഡിൽ പോയിട്ട് സെറ്റിങ്സ് എത്തി ഇതിനകത്ത് ആക്സസ് ടോക്കൺസ് ഉണ്ട്. ആക്സസ് ടോക്കൺ പോയിട്ട് ഒരു ടോക്കൺ, ന്യൂ ടോക്കൺ അത് ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ട്യൂട്ടോറിയൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഓൾറെഡി ആ ടോക്കൺ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ OS എൻവയോൺമെൻറ്റിലെ ബാക്കിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. ബിക്കോസ് നമ്മൾ ഹഗ്ഗിങ് ഫേസിൻ്റെ ഒരു API ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ടെക്സ്റ്റ് എംബഡിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എംബഡിങ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആക്ച്വലി ഈ API ടോക്കൺ ഉപയോഗിച്ചാണ് കോൾ ചെയ്യേണ്ടത്. സോ ഇതൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് കണ്ടുവച്ചാൽ മതി. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹഗ്ഗിങ് ഫേസ് ഹബ്ബുമായിട്ട് നമ്മുടെ കോഡിൽ നിന്ന് ഒരു ഷേക്ക് ഹാൻഡ് ഉണ്ടാവും, അല്ലേ? ഒരു API കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നൗ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു LLM എഞ്ചിൻ, LLM മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ആൻഡ് എസ്പെഷ്യലി LLM ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പ്രൊജക്റ്റുകളുണ്ടല്ലോ. ഇറ്റ് ക്യാൻ ബി എ ടെക്സ്റ്റ് സമ്മറൈസേഷൻ, ഇറ്റ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ആൻസറിങ് മോഡൽ, ഇറ്റ് ക്യാൻ ബി ചാറ്റ് ബോട്ട്. അപ്പോൾ പോസിബിലിറ്റി എൻലെസ് ആണ്. ബട്ട് ഈ ഒരു 5 സ്റ്റെപ്പാണ് ഓൾമോസ്റ്റ് എല്ലാ LLM ആപ്ലിക്കേഷനിലും നടക്കുക. അതായത് ദർ ഷുഡ് ബി എ പ്രോസസ് ടു ലോഡ് ദ ഡേറ്റ, ആൻഡ് ദർ ഷുഡ് ബി എ ചങ്കിങ് പ്രോസസ്. അതായത് എങ്ങനെയാണോ നമ്മുടെ ഡേറ്റ വന്നത് അത് ഡിവൈഡ് ആക്കാൻ ഒരു പ്രോസസ്സ് ഉണ്ടാവണം. ദെൻ ദർ ഷുഡ് ബി എ പ്രോസസ് ടു കൺവേർട്ട് ദ ടെക്സ്റ്റ് ടു ആൻ എംബഡിങ് വെക്ടർ സ്റ്റോർ. അതായത് ടെക്സ്റ്റ്, അതായത് ആക്ച്വൽ വന്ന ടെക്സ്റ്റിനെ നമ്മൾ നമ്മുടെ പഴയ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞില്ല എങ്ങനെയാണ് വെക്ടറൈസേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിച്ച് എംബഡിങ് മെത്തേഡ് ടു യൂസ്, അതൊക്കെയാണ് നമുക്കിവിടെ ആക്ച്വലി നമ്മുടെ ആ നോളജാണ് ശരിക്കും ഇവിടെ അപ്ലൈഡ് ആവുന്നത്. സോ നമ്മൾ എംബഡിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഓരോ ഇൻഡിവിജ്വൽ ടെക്സ്റ്റിനും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെറ്റർ എ പ്രീ ട്രെയിൻഡ് മോഡൽ അത് നമ്മൾ ലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഏതാണോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വേണ്ടത്, സമ്മറി ക്രിയേഷൻ ആണോ ക്വസ്റ്റൻ ആൻസറിങ് ക്രിയേഷൻ ആണോ, അതിനനുസരിച്ച് നമ്മൾ ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് വി ഗോ ഹെഡ് വിത്ത് അവർ ടെസ്റ്റിംഗ്. സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് 4 സ്റ്റെപ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ 4 ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ആൻഡ് I will explain individual important component down the line. So ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഈസ് ലോഡിങ് ദ ഡാറ്റ, റൈറ്റ്? സോ നമ്മൾ ഇന്ന് ടെസ്റ്റിന് വേണ്ടി എടുത്തേക്കുന്നത് എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ ഒരു സാമ്പിൾ പോളിസി ഡോക്യുമെൻ്റ് ആണ്. സോ ഇമാജിൻ അവർ യൂസ് കേസ് ഈസ് ടു ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ ആൻസറിങ് ബോട്ട് ബേസ്ഡ് ഓൺ ആൻ ഇൻഷുറൻസ് പോളിസി ഡോക്യുമെന്റ്. ഓക്കെ, ഇതൊരു കസ്റ്റമർ ഫേസിങ് സൈഡിൽ റൺ ആവുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടാണെന്ന് വെക്കുക. ആൻഡ് ദിസ് ഈസ് വെരി വെരി യൂസ്ഫുൾ ഫോർ BTech ഗ്രാജുവേറ്റ്സ് ആൻഡ് അവരുടെയൊക്കെ ഫൈനൽ പ്രൊജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മോഡൽ പ്രൊജക്റ്റ് ആയിട്ടോ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചാറ്റ് ബോട്ട് ആയിരിക്കും ഇത്. അതായത് നമ്മളൊരു പോളിസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് കൊടുക്കുന്നു, അത് വെബ് പേജ് ആവാം, ആൻഡ് ഇറ്റ് ക്യാൻ ബി മേ ബി എ PDF, ഇറ്റ് ക്യാൻ ബി എ ലോങ് തീസിസ്, അല്ല എനിത്തിങ്. ആൻഡ് people can actually ask questions on top of that model, and imagine you are creating that totally using open source technology, and that's really going to stand out, right? So അതാണ് ഫാൽക്കണിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. That's why I thought it's very relevant in today's LLM rush race. Okay, അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ പോളിസി ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് നല്ല നമ്പർ ഓഫ് പേജസ് ഉണ്ട്. എനിക്കാണ് ഒരു 50 അടുത്ത്, സംതിങ് 41-50 അടുത്ത് കണ്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ സാമ്പിൾ ഡോക്യുമെന്റ് ഫ്രം AX. അപ്പോൾ ഇതൊരു നമ്മളൊരു യൂസറിന് ഒരിക്കലും കൊടുത്തിട്ട് അല്ലെങ്കിൽ യൂസർ ഇത് കമോൺ, നമ്മൾ ആരും ഒരു പോളിസി ഡോക്യുമെന്റ് എൻഡ് ടു എൻഡ് റീഡ് ചെയ്യാറില്ല, അല്ലേ? ഒരു 50 പേജിലായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഹൗസ് പോളിസി ഈസ് തെഫ്റ്റ് ഫ്രോഡിൽ ഇൻഷുർഡ് അല്ല, അല്ലേ? അല്ലെങ്കിൽ ഫയർ ഉണ്ടെങ്കിൽ ഇന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ. അപ്പം
from a user standpoint and from a company standpoint, it is very അവിടെ ഒരു എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പോലെ ഉണ്ടല്ലേ. കമ്പനി ഈസ് എക്സ്പെക്ടിങ് യൂസർ ടു റീഡ് ത്രൂ ദ എൻ്റയർ ഡോക്യുമെന്റ്, ബട്ട് വി നോ റിയാലിറ്റി ദാറ്റ് ഡസൻ ഹാപ്പൻ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കേസിലാണ് ഇതുപോലത്തെ ചാറ്റ് ബോട്ടുകൾ ഈസ് റിയലി ഗോയിങ് ടു ഹെൽപ്പ്, റൈറ്റ്? സോ ഇഫ് ദ യൂസർ ഈസ് ആക്ച്വലി ഹാവ് അവൈലബിലിറ്റി ടു ദിസ് ചാറ്റ് ബോട്ട്, അവർക്ക് എപ്പോൾ വേണേലും ഈ ഒരു ഇതിലേക്ക് വന്നിട്ട് ചോദിക്കാം, ഓക്കെ ക്യാൻ ഐ സെൽ ദ ഹൗസ് ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഒരു പോളിസി പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാൻ ഐ ചേഞ്ച് ദ ഓണർഷിപ്പ് ഓഫ് ദ ഹൗസ്, ഓർ can I add another uh, bedroom to the existing house, and will it increase my premium or will it decrease my premium? ഇതൊക്കെ പോസിബിൾ ആയിട്ടുണ്ടാവാവുന്ന ചോദ്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ എവിടെയോ ഈ ഡോക്യുമെന്റിൽ എവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു build. We are going to build a chatbot that can answer any question from the particular document, right? And the model the engine we are going to use is Falcon 7 billion. So Falcon കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, Falcon is just one of the best open source model from our best Hugging Face repository. അപ്പോൾ Hugging Face repositoryക്കകത്ത് നിന്ന് ഫാൽക്കൺ വന്നേക്കുന്നതിനകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഫാൽക്കൺ ഉള്ളത്. സോ വൺ ഈസ് ഫാൽക്കൺ 7B ആൻഡ് വൺ ഈസ് ഫാൽക്കണിൻ്റെ ചേട്ടനായിട്ട് വരുന്ന 40 ബില്യൺ. അപ്പോൾ ഫാൽക്കണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹഗ്ഗിംഗ് ഫേസിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് Right, Falcon family consists of two base model, Falcon 40B and Falcon 7B. Falcon 40B ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ പറയുന്നത്. അതാണ് നമ്മുടെ LLM ലീഡർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറ്ററേഷൻസ് വന്നേക്കുന്ന ഒരു മോഡലാണ് 40B. അത് ഇറ്ററേഷൻസ് ഇൻ ദ സെൻസ് ലൈക്ക് പലരും അവരുടെ ഇൻഡസ്ട്രി യൂസ് കേസിലേക്ക് ഫാൽക്കൺ 40ബിനെ ഫൈൻ ട്യൂൺ ചെയ്തും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്തും ഒക്കെ കുറച്ചും കൂടെ ബെസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40ബിയുടെ അതിൻ്റെ ആക്ച്വൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഡേറ്റ സെറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഇംഗ്ലീഷിൽ വെബ് പേജ് ഓൾമോസ്റ്റ് 75% ഓഫ് ഡേറ്റ വെബ് പേജ് ആണ്, 6% ബുക്ക് ഉണ്ട്, യൂറോപ്പിൽ കുറച്ച് ലാംഗ്വേജുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, 5% കോഡ് ആൻഡ് 50 ബില്യൺ ടോക്കൺസ് ഉണ്ട് ഓൾമോസ്റ്റ് കോഡായിട്ട് തന്നെ. സോ ഇപ്പം കുറച്ചൊക്കെ കോഡ് റീജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫാൽക്കൺ ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഹഗ്ഗിംഗ് ഫേസിൻ്റെ റെപ്പോസിറ്ററിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൂടുതൽ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ കാണാം. ബട്ട് വി ആർ ഗോയിങ് ടു യൂസ് ദ സ്മോളർ വേർഷൻ ഫാൽക്കൺ 7B. ആൻഡ് ഫാൽക്കൺ 7B ഈസ് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ ഒരു നോർമൽ CPU-ലൊക്കെ കുറച്ച് റൺ ചെയ്യും, വലിയ ബ്ലോക്കൊക്കെ ഇല്ലാതെ അത് ലോഡ് ചെയ്യാനും അത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു കുഞ്ഞു കുഞ്ഞു ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ഫാൽക്കൺ 7B ബെസ്റ്റ് ആണ്. ഓക്കെ, നൗ എന്തുകൊണ്ടാണ് നമ്മൾ ഫാൽക്കൺ 7B യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഇനഫ് ഓഫ് എവറിത്തിങ്, റൈറ്റ്? ഇപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ ആൻസർ ബിൽഡ് ചെയ്യാനും അതൊരു നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ എന്താ പറയുക ഒരു വേർഡുകൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ എല്ലാം പറ്റും. അപ്പം നമുക്കിവിടെ ഓപ്പൺ API നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഓപ്പൺ എയുടെ API ഉപയോഗിക്കാം അല്ലേ. പക്ഷേ വി നോ റൈറ്റ് അത് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് API കോള് ഒരു ദിവസം ഇത്രേ പറ്റുള്ളൂ എന്നുണ്ട്. ഇനി നമ്മൾ ബേർട്ടിലേക്ക് പോവാണെങ്കിൽ ബേർട്ടിന് അതിൻ്റെതായ വേറെ ലിമിറ്റേഷൻസും പേയ്മെൻറ്റ് ഇഷ്യൂസും ഉണ്ട്. ഫാൽക്കൺ ഒന്നും ചെയ്യണ്ട, നമ്മൾ ഡയറക്റ്റ്ലി ഈ ഹഗ്ഗിംഗ് ഫേസിൽ പോവുക, ഹഗ്ഗിംഗ് ഫേസിൻ്റെ API വിളിക്കുക, ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ഹാവ് എ neat model. I won't say it's a great model. We have a neat model that you can still do all of our work with without എന്താ പറയുക without much headache. Okay, so today നമ്മൾ അതിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഞാൻ ആ PDF കൊണ്ടുവന്നു. അപ്പോൾ PDF കൊണ്ടുവന്ന് ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈബ്രറി ലാംഗ്ചെയിൻ എന്ന് പറയുന്ന ലൈബ്രറിയാണ്. സോ ലാംഗ്ചെയിൻ ലൈബ്രറി ഈസ് നത്തിങ് ബട്ട് എ ഫ്രെയിം വർക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ ഡേറ്റ സയൻസിൽ അല്ലെ ഡേറ്റ അനാലിസിസ് നമ്മൾ ടാബുലർ ഡേറ്റ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പാണ്ടാസ് ഉപയോഗിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട്, പർട്ടിക്കുലർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ LLM മോഡൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിം വർക്കാണ് ലാംഗ്ചെയിൻ. ആൻഡ് ലാംഗ്ചെയിൻ ഈസ് നോട്ട് ദ ഓൺലി ഫ്രെയിം വർക്ക് ഔട്ട് ദെയർ. ലാംഗ്ചെയിൻ കുറച്ചും കൂടി ഒരു വെക്ടർ സ്റ്റോർ ഉപയോഗിച്ചും ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഇൻഡെക്സിങ് ഉപയോഗിച്ച് ചെയ്യുന്ന വേറെ ഉണ്ട്, ലാമ ഇൻഡെക്സ് എന്ന് പറയുന്ന വേറൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മുടെ എക്സ്പേർട്ടീസും നമ്മുടെ യൂസ് കേസും അനുസരിച്ച് ചേഞ്ച് ചെയ്യുക. ഐ പേഴ്സണലി
പ്രിഫർ ലാമ ഇൻഡെക്സ്. ഐ ഡോണ്ട് നോ വൈ. ഞാൻ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയ ലാമ ഇൻഡെക്സിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ലാമ ഇൻഡെക്സ് ഭയങ്കര ഇഷ്ടം. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് ലാംഗ്ചെയിൻ റെക്കമെൻഡ് ചെയ്തു ആൻഡ് വി ആർ വർക്കിംഗ് ഓൺ എ പ്രൊജക്ട് യൂസിങ് ലാംഗ്ചെയിൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ ലാംഗ്ചെയിൻ വെച്ച് തന്നെ ചെയ്തത്. ആൻഡ് ഇറ്റ്സ് ഫെയർലി ഈസി. സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് കുറേ കാര്യങ്ങളൊക്കെ. ആൻഡ് ദ ഇന്റർഫേസ് ഈസ് സൂപ്പർ സ്മൂത്ത്. ഓക്കെ, റൈറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ദിസ് ഈസ് സൂപ്പർ ഈസി, റൈറ്റ്? ഇപ്പം നമ്മൾ പൈത്തനുമായിട്ട് കുറച്ച് ഫെമിലിയർ ആണ്, നമുക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ ലാംഗ്ചെയിനകത്തുനിന്ന് ഒരു പൈപ്പ് PDF ലോഡർ ലോഡ് ചെയ്തു. ലാംഗ്ചെയിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്കിപ്പം വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഐ ക്യാൻ ഡയറക്ട്ലി ഗോ അഹെഡ് ആൻഡ് ഇമ്പോർട്ട് എ PDF ലോഡർ, റൈറ്റ്? ആൻ എക്സാമ്പിൾ PDF ലോഡർ. ആ ലോഡർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഡാറ്റ ലോഡ് ചെയ്തിട്ട് അല്ലേ ആ ടെക്സ്റ്റ് കാണാൻ പറ്റും, ടെക്സ്റ്റ് ആക്കി മാറ്റിയിട്ട് അതിനെനിക്ക് പാസ് ചെയ്യാൻ പറ്റും. ദാറ്റ് അപ്രോച്ച് ഓൾസോ വർക്ക്സ്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് മാജിക് ഈസ് ഹാപ്പനിങ് വെൻ വി കൺവേർട്ട് ദാറ്റ് പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഇൻ ടു ആൻ എംബഡിങ് ഡോക്യുമെന്റ്. പക്ഷെ ഇവിടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോഡ് ചെയ്ത പേജിനെ എന്താ പറയുക, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. അതായത് ഇനി വരുന്ന നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന പല പല മോഡലുകൾ ലാംഗ്ചെയിൻ്റെ അകത്തുള്ള പല പല ക്ലാസ്സുകളും അവരുടെ ഫങ്ഷൻസും ആണ്. അപ്പം ഡയറക്റ്റ് അവരുടെ തന്നെ ലോഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് ലോഡ് ചെയ്യുന്നെങ്കിൽ മേ ബി ഡൗൺ ദ ലൈൻ എനിക്കൊരു ഒരു ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ ഇവർ പറയുന്ന പോലെ സ്ട്രേറ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലാംഗ്ചെയിൻ ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് ആ ഹെവി ലിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് PDF ആണെങ്കിൽ ഡയറക്റ്റ് അവരുടെ PDF ലോഡർ കോൾ ചെയ്യുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണെങ്കിൽ അവർക്കൊരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ലോഡർ ഉണ്ട്, അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പം വെബ് ക്രോളർ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ലാംഗ്ചെയിൻ ലോഡേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ്, ഇപ്പോൾ അവർക്ക് ഡോക്യുമെന്റ് ലോഡർ ആയിട്ട് തന്നെ നമുക്ക് CSV, HTML, JSON ഉണ്ട്. അതുപോലെ തന്നെ എന്തും ഇപ്പോൾ വെബ് ആണെങ്കിൽ HTTP ലോഡർ എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് കോഡ് കിട്ടും. ജസ്റ്റ് അത് ആവശ്യമുള്ള പോലെ ഡേറ്റേനനുസരിച്ച് അങ്ങനെ തന്നെ വിളിക്കുക. നോ, ആ ലോഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാരാമീറ്റർ എന്താണ്? ആ ഒരു ലോങ് ടെസ്റ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ലോങ് ടെസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ബൈ സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ബൈ വേറെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വെക്ടർ സ്റ്റോർ അല്ല എംബഡിങ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. നമുക്കൊരു ടെക്സ്റ്റിനെ ചുമ്മാ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ബേസ്ഡ് ഓൺ എ സ്പേസ് ഓർ വേറെ ഏതെങ്കിലും പാരാമീറ്റർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്തുള്ള സിമെന്റിക് ഇൻഫർമേഷൻ, റൈറ്റ്? ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനകത്ത് ഒരു മീനിങ്ങും കോണ്ടെക്സ്റ്റും ഉണ്ട്. അത് ഒരിക്കലും ലോസ്റ്റ് ആവാൻ പാടില്ല നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു ലാംഗ്ചെയിനകത്തെ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് സ്പ്ലിറ്റർ അല്ലെ ടോക്കണൈസിങ് മെക്കാനിസം ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡോക്യുമെന്റ് അനുസരിച്ച് നമുക്ക് പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഓൺ ഇൻസ്പെക്ഷൻ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു എല്ലാ 1000 വേർഡിനകത്തും എന്തൊക്കെയോ കോണ്ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, സോ യു നീഡ് ടു ഓൺലി ചങ്ക് ദ എൻറ്റയർ ഡോക്യുമെന്റ് ഇൻ ടു 1000 ടോക്കൺസ്, ഓരോ ചങ്ക്സ് ആയിട്ട്. അപ്പോൾ ഓരോ ചങ്കിനകത്തും 1000 ടോക്കൺ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറയുകയാണ്, സംടൈംസ് ഒരു ഡോക്യുമെന്റിന്റെയും അടുത്ത ഡോക്യുമെന്റിന്റെയും ഇടയ്ക്ക് ഓവർലാപ്പ് ആയി പോകും അല്ലേ. ഇപ്പോൾ നമ്മളൊരു വലിയൊരു കഥേനെ പറ്റി പറഞ്ഞ്, പക്ഷെ അത് 1000 ടോക്കണിൽ കൂടുതൽ പോയി കഴിഞ്ഞപ്പം ഒരു കുറച്ച് കോണ്ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് വരുന്ന എത്ര ടോക്കൺസ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റ് ആണ്. യു ക്യാൻ ഗിവ് എനി നമ്പർ ഫ്രം 200 to 300. അപ്പോൾ നമ്മൾ മോഡലോട് പറയുകയാണ്, 1000 വെച്ച് സ്പ്ലിറ്റ് ചെയ്തു, അതിനകത്ത് 200 ടോക്കൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാം. അപ്പം നമ്മൾ അത് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ടെക്സ്റ്റ് സ്പ്ലിറ്റർ ഫസ്റ്റ് നമ്മൾ PDF ലോഡർ ലോഡ് ചെയ്തു, റൈറ്റ്? ഇനി നമ്മൾ റിക്കർസീവ് ക്യാരക്ടർ ടെക്സ്റ്റ് സ്പ്ലിറ്റർ ലോഡ് ചെയ്തു, അതിനകത്ത് 1000 ടോക്കൺ ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. നമുക്കറിയാം ഈ പേജസ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ പേജസ്, ഇപ്പം ആ പേജസ് ഞാനൊന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ എൻറ്റയർ ഡോക്യുമെന്റ് കണ്ടന്റ് ഉണ്ട് അവിടെ. പക്ഷെ അതിനിപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഒരെണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ആൻഡ് ദാറ്റ്സ് അവർ ഫസ്റ്റ് പേജ് നമ്പർ 1, റൈറ്റ്? ഇത് ലാസ്റ്റത്തെ പേജ് 57. ഓക്കെ, അപ്പോൾ ഓരോ പേജുമായിട്ട് നമ്മൾ എടുത്തു, എന്നിട്ട് അതിനകത്ത് ആ പേജിനെ നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത്. സോ നമുക്കറിയാം ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ ആ ഡേറ്റ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ 57th പേജിലെ ടെക്സ്റ്റ് കൺവേർട്ട് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇനി
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ആ ഡേറ്റേനെ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഒന്ന് ക്ലീനപ്പ് ചെയ്തു. അതിനെ ക്ലീനപ്പ് ചെയ്യാനായിട്ട് ആ ടെക്സ്റ്റ് അല്ലേ, ടെക്സ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കണമെങ്കിൽ റൈറ്റ്. ഇപ്പോൾ ഒന്നാമത്തെ ഡേറ്റയ്ക്കകത്ത് ഉണ്ട് നമുക്ക് കുറേ അധികം സ്പേസും പാരാമീറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൺ ഇൻസ്പെക്ഷൻ എനിക്ക് തോന്നി ഇറ്റ്സ് ബെറ്റർ ഇത് നമുക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നോട്ട് ഓൺലി ഇറ്റ് റെഡ്യൂസസ് ദ എൻറ്റയർ ടോക്കൺ ലെങ്ത് ആസ് വെൽ ആസ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ക്രിസ്പ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റും കിട്ടും. അപ്പം നമ്മൾ ഈ ഹൈഫൺ ബാക്ക്ലാഷ് എൻ എന്നുള്ള ഈ വേർഡ്സും ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങ് റിമൂവ് ചെയ്യാണ്. അത് ഇടയ്ക്കെല്ലാം ഉണ്ടല്ലേ. അതിനെല്ലാം നമ്മൾ എന്താ പറയുക ഒരു സിമ്പിൾ ടെക്സ്റ്റ് റീപ്രോസസ്സിങ് വെച്ച് നമ്മൾ അതിന് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് കുറച്ചും കൂടെ നീറ്റ് ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് റൈറ്റ്. ഓക്കെ, കുറച്ചും കൂടെ നീറ്റായിട്ട് നമ്മൾ അതിനെ എന്നിനെ നമ്മൾ ടോട്ടലി റീപ്ലേസ് ചെയ്തു. എക്സ്ട്രാ വരുന്ന സ്പേസിനെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ ക്ലീൻ ആയി ഡാറ്റ ടെക്സ്റ്റ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓഫ് കോഴ്സ് എംബഡിങ് റൈറ്റ്. നമ്മൾ ഈ ടെക്സ്റ്റിനെ എടുത്തു, ടെക്സ്റ്റിനെ നമ്മൾ എംബഡിങ് ആക്കാൻ പോവാണ്. എംബഡിങ് ചെയ്യാനായിട്ട് ഹഗ്ഗിങ് ഫേസ് എംബഡിങ് ഞാൻ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാരാമീറ്റർ എന്ന് വെച്ചാൽ ഓരോ എഞ്ചിനും അതിൻ്റെതായിട്ടുള്ള എംബഡിങ് മെക്കാനിസം ഉണ്ട്. എന്തുകൊണ്ട് ഓപ്പൺ എഐയും ഹഗ്ഗിങ് ഫേസും തമ്മിലുള്ള മെയിൻ ഡിസ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ ഓപ്പൺ എഐ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ട്രെയിനിങ് ഡേറ്റയും അവരുടെ ആ ഒരു ടോക്കണിങ് മെക്കാനിസവും ആയിരിക്കുകയില്ല ഹഗ്ഗിങ് ഫേസിൻ്റെ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ടു റിമെമ്പർ ഇതെല്ലാം ലാങ് ചെയിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം ഏതാണോ നമ്മുടെ ആ സമയത്ത് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ അവൈലബിലിറ്റി ഉള്ളത് അതനുസരിച്ച് ഉപയോഗിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഹഗ്ഗിങ് ഫേസ് എംബഡിങ്സ് ലാങ് ചെയിൻ എംബഡിങ്സിനകത്ത് കോൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഹഗ്ഗിങ് ഫേസ് എംബഡിങ് വെച്ചിട്ട് എംബഡിങ് ഒരു ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്തു. ഇത് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ക്ലീൻ ചെയ്ത ടെക്സ്റ്റിനെ എംബഡിങ് ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യുകയാണ്. കൺവേർട്ട് ചെയ്യുമ്പം ഞാനിവിടെ FAISS എന്ന് പറഞ്ഞ ഒരു സാധനം കോൾ ചെയ്തിട്ടുണ്ട്. ഈ FAISS എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് നത്തിങ് ബട്ട് എ വെക്ടർ സിമിലാരിറ്റി സെർച്ച് എഞ്ചിൻ ലൈബ്രറി എന്നൊക്കെ വിളിക്കാം. അതായത് FAISS സ്റ്റാൻഡ് ഫോർ ഫേസ്ബുക്ക് AI സിമിലാരിറ്റി സെർച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എംബഡിങ് ക്ലാസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിനെ അവർ കൺവേർട്ട് ചെയ്യണം അല്ലെ. ബാക്ക് എൻഡിൽ നമ്മൾ അന്ന് പഠിച്ചതുപോലെ ഈ ടെക്സ്റ്റിനെ മൊത്തം കൺവേർട്ട് ചെയ്ത് അവരൊരു എന്താ വെക്ടറാക്കി മാറ്റി വെച്ചേക്കാണ്. പക്ഷെ നമുക്കറിയാം അല്ലെ ഈ വെക്ടറിനകത്തൂടെ ട്രവേഴ്സ് നടത്തിയിട്ട് അതിനകത്തുനിന്ന് ഒരു സിമിലാരിറ്റി ഇപ്പം KNN ഉപയോഗിച്ചോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ആൽഗരിതം ഉപയോഗിച്ച് അതിനകത്തൊരു മോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കുറച്ച് വേർഡുകൾ പിക്ക് ചെയ്തെടുത്തുകൊണ്ട് വരിക അല്ലെ ടെക്സ്റ്റിനെ പിക്ക് ചെയ്തെടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്ന അവരുടെ ഒരു ലൈബ്രറിയാണ് FAISS എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈബ്രറി ഫോർ ഡോക്യുമെന്റ് ആൻഡ് ഹൈ ഡയമെൻഷണൽ വെക്ടർ സിമിലാരിറ്റി സെർച്ച്. അപ്പോൾ അവർ ഏറ്റവും നോട്ടബിൾ ആയിട്ട് പറയുന്ന ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ടെക്സ്റ്റും എംബഡിങ്ങും നമ്മുടെ മെമ്മറിയിൽ കൊള്ളില്ലെങ്കിൽ പോലും വി ക്യാൻ യൂസ് ഫേസ്. വെക്ടർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. സോ ബേസിക്കലി വെക്ടർ സ്റ്റോർ ഈസ് നത്തിങ് ബട്ട് നമ്മുടെ ടെക്സ്റ്റിന്റെ എംബഡിങ് വെക്ടേഴ്സ്. ആ വെക്ടേഴ്സ് റെഡിയാണ്. ഇനി നമുക്ക് വേണ്ട ഏതാ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ എന്തിനാണ്? ടു ഓഫ് കോഴ്സ് കൺവേ എവറിത്തിങ് ഇൻ നാച്ചുറൽ ലാംഗ്വേജ്. അതുപോലെ തന്നെ എനിക്ക് റെസ്പോൺസ് നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് റിട്ടേൺ ചെയ്യാനും. ബിക്കോസ് ദാറ്റ് ഓൾറെഡി ഹാസ് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ടോക്കൺസ് ട്രെയിൻഡ് ഓൺ ഇറ്റ്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് ആ മോഡലിന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്ന പോലെ റിട്ടേൺ ചെയ്യേണ്ടതെന്നും ആ മോഡലിന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു LLM മോഡലിനെ വിളിക്കുന്നത്. സോ LLM മോഡലിനെ നമ്മൾ ഹഗ്ഗിങ് ഫേസിന്റെ കോണ്ടെക്സ്റ്റിൽ വിളിക്കുന്നത് ഹഗ്ഗിങ് ഫേസിന്റെ റെപ്പോസിറ്ററി ID പാസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എല്ലാ LLM മോഡലിനകത്തുള്ള പോലെ ഒരു ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനൊരു 100 ടോക്കൺ ലെങ്ത് ആണെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ 7 ബില്യൺ ഇൻസ്ട്രക്ട് മോഡലാണ് നമ്മൾ LLM എഞ്ചിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഹഗ്ഗിങ് ഫേസിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ഞാൻ ബാക്ക് ചെയ്ത് ഇപ്പോൾ ഹഗ്ഗിങ് ഫേസിൻ്റെ നമ്മൾ ഓപ്പൺ LLM ലീഡർ ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എത്രയധികം മോഡൽസ് ഉണ്ടെന്ന്. സോ ഈ മോഡൽസ് എല്ലാം നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് അല്ലേ. അതിനകത്ത്
പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്, ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ളുണ്ട്, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന മോഡലുണ്ട്. സോ എന്തുകൊണ്ടാണ് ഫാൽക്കൺ ഇത്ര അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ഈസ് ഓൾവേസ് കമ്മിങ് ഫ്രം ദ ഫാൽക്കൺ 7 ബില്യൺ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് അവരുടെ ഫൈൻ ട്യൂൺ ചെയ്തേക്കുന്ന മോഡൽസ് ഉണ്ട്. സോ ലോട്ട്സ് ഓഫ് മോഡൽസ് അല്ലേ. അപ്പം ഓരോ മോഡലിനും അതിൻ്റേതായിട്ടുള്ള API കീ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ റെപ്പോസിറ്ററി ID ഉണ്ട്. അപ്പോൾ നമ്മൾ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ LLM മോഡലിനെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ LLM മോഡലിനെ കോൾ ചെയ്തു. ടെമ്പറേച്ചർ ഇറ്റ്സ് എ റാൻഡംനെസ് പാരാമീറ്റർ, റൈറ്റ്? എത്രമാത്രം റാൻഡം ഇൻഫർമേഷൻ നമ്മുടെ LLM ത്രോ ചെയ്യണമെന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഇറ്റ് വിൽ ട്രൈ ടു സ്റ്റിക്ക് ടു ദ ടെക്സ്റ്റ് ഓർ ദ ഡോക്യുമെന്റ് കോണ്ടെക്സ്റ്റ് വാട്ടവർ. നമ്മൾ പ്രൊവൈഡ് ചെയ്ത സോഴ്സ് ഇൻഫർമേഷനോട് കുറച്ചും കൂടെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ടെമ്പറേച്ചർ ഹൈ ഇട്ട് കഴിഞ്ഞാൽ LLMന്റെ സൈഡിൽ നിന്ന് ഇൻഫർമേഷൻസ് ഇടാൻ തുടങ്ങും നമ്മുടെ ഔട്ട്പുട്ടിലേക്ക്. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ കേസ് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റിക്ക് ടു എ ലോവർ ടെമ്പറേച്ചർ വാല്യൂ. പക്ഷേ ടെമ്പറേച്ചർ വാല്യൂ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് വാല്യൂ. നമുക്കൊരിക്കലും 0 കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാനോ പറ്റില്ല. ജസ്റ്റ് ബിക്കോസ് കുറയും തോറും നന്നാവും എന്ന് പറയുന്നത് കൊണ്ട് മിനിമം ഷുഡ് ബി ഐ തിങ്ക് 0.1. ഓക്കെ. ആൻഡ് മാക്സിമം ലെങ്ത് ഈസ് നമ്മുടെ ഔട്ട്പുട്ട് റെസ്പോൺസിൽ എത്ര മാക്സിമം ടോക്കൺസ് വരണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ജസ്റ്റ് ഫോർ ടുഡേ നമ്മൾ 100 ആണ് ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് വി ഇനീഷ്യലൈസ് ദ LLM ചെയിൻ. ഇനി LLM ചെയിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, LLM ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് സമ്മറൈസറിൻ്റെ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കുകയല്ല ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് ബോട്ടിൻ്റെ സ്ട്രക്ചർ അല്ലേ. അതുപോലെ തന്നെ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് അസിസ്റ്റൻ്റ് അല്ലെ കോപ്പൈലറ്റിൻ്റെ സ്ട്രക്ചർ ആയിരിക്കില്ല ഫോർ എക്സാമ്പിൾ എ ചാറ്റ് ബോട്ട്, റൈറ്റ്? ചാറ്റ് ബോട്ട് ക്യാൻ ബി like to and fro questions, but copilot will learn something or maybe remember something, അല്ലെങ്കിൽ it will be contextual aware അല്ലേ. അപ്പോൾ ഏതാണോ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് മോഡലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിങ് റിട്രീവലിൻ്റെ ലാങ് ചെയിൻ മോഡലിൽ നിന്ന് കോൾ ചെയ്തു. ലാങ് ചെയിൻ മോഡലിൻ്റെ ആ ക്ലാസ് ഇറ്റ്സ് വെരി വെരി ഈസി ടു ഇനീഷ്യലൈസ്. അവർ പറയുന്നത് ഫസ്റ്റ് നമ്മൾ കൊടുക്കുക, നമ്മുടെ മോഡൽ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക, ഏതാണ് നമ്മുടെ ലാംഗ്വേജ് മോഡൽ, നമ്മുടെ ചെയിൻ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. ചെയിൻ ടൈപ്പ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് പാരാമീറ്റർ. അതായത് നമുക്ക് 2-3 ചെയിൻ ടൈപ്പുകളുണ്ട് ഇതിനകത്ത്. സ്റ്റഫ് ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട് ഞാൻ മറന്നുപോയി. ഓക്കെ. അപ്പോൾ അതിനകത്ത് ബെസ്റ്റ് ടു പാസ് ഇറ്റ് ആസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്, അതാണ് സ്റ്റഫ്. പിന്നെ റിട്രീവൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന വെക്റ്റർ സ്റ്റോർ. അപ്പോൾ വെക്റ്റർ സ്റ്റോർ ഇവിടെ നമ്മൾ കണ്ടല്ലേ, നമ്മൾ ഫേസിനകത്ത് ആ വെക്റ്റർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെയിൻ ക്രിയേറ്റ് ആയി. സോ അറ്റ് ദിസ് പോയിന്റ് ഈ ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഫേസ് ക്രിയേറ്റ് ചെയ്ത് ഫ്രം ടെക്സ്റ്റ് എന്ന് പറഞ്ഞു എടുത്തിട്ട് ഞാൻ ക്ലീൻ ആക്കിയ എൻ്റെ ടെക്സ്റ്റ് ആണ് പാസ് ചെയ്തത് അല്ലേ. എന്നാൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ, ആൻഡ് ദാറ്റ് ടെക്സ്റ്റ് ആക്ച്വലി ഈസ് അവർ എൻ്റയർ ഡോക്യുമെന്റ് PDF. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PDF-നകത്തുനിന്ന് ഡയറക്റ്റ് ലോഡ് ചെയ്താണ് ഈ DB എന്ന് പറയുന്ന വെക്റ്റർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആക്ച്വൽ വെക്റ്റർ സ്റ്റോർ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഞാൻ ക്ലീൻ ചെയ്ത ടെക്സ്റ്റിനകത്തുനിന്ന്. ഇത് എന്തിനാണ് ഞാനിത് 2 തവണ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടു ഷോ യു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് റെസ്പോൺസ്. അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ക്വയറി ക്രിയേറ്റ് ചെയ്തു. ക്വയറിയാണ് ഗീവ് മി എ സമ്മറി ഓഫ് ദ ഡോക്യുമെന്റ് സെർച്ചാണ്. അതായത് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ എൻ്റയർ ഡോക്യുമെന്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ വന്നു, ഈ ക്വസ്റ്റ്യൻ അവർ എംബഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ എംബഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത എംബഡിങ് വെക്ടേഴ്സ് നമ്മുടെ ഏതാണോ നമ്മൾ പാസ് ചെയ്യുന്ന വെക്ടർ സ്റ്റോർ, ഈ DB ആവാം, ഈ DB ആവാം അല്ലേ. ഇവിടെ നമ്മൾ പാസ് ചെയ്തേക്കുന്ന വെക്ടർ സ്റ്റോർ ആക്ച്വൽ നമ്മുടെ വെക്ടർ സ്റ്റോർ ആണ്. അതായത് നമ്മുടെ ക്ലീൻ ചെയ്ത ടെക്സ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന വെക്ടർ സ്റ്റോർ. ആ വെക്ടർ സ്റ്റോറിനകത്ത് പോയിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള വൺ ചങ്ക് റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ചങ്ക് റിട്ടേൺ ആയി. ആ ഒരു ചങ്ക്സിനകത്തുനിന്ന് ഏറ്റവും അതിൻ്റെ കോണ്ടെക്സ്റ്റ് പ്രിന്റ് ചെയ്തു. അതാണ് ആക്ച്വലി നമ്മുടെ കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റ് റൈറ്റ്. സോ ഈ കോണ്ടെക്സ്റ്റ് ഈസ് വെരി സിമിലർ ടു മൈ ക്വസ്റ്റ്യൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഗീവ് മി എ സമ്മറി ഓഫ് ദ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സാമ്പിൾ പോളിസി ഡോക്യുമെന്റ് ദാറ്റ് പ്രൊവൈഡ് ഓൾ ദ കവേഴ്സ്. ഓക്കെ. അപ്പോൾ സംതിങ് റിലേറ്റഡ്, റൈറ്റ്? ഈ ക്വസ്റ്റ്യനുമായിട്ട് ഈ കോണ്ടെക്സ്റ്റിന് എന്തോ ഒരു ബന്ധമുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു നാച്ചുറൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ ഔട്ട്പുട്ടായിട്ട് അത്ര ഒരു ഫ്ലൂയിഡിറ്റി നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചെയിൻ അല്ലേ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ചെയിൻ
നമ്മൾ പാസ് ചെയ്യാണ്. പാസ് ചെയ്യുമ്പോഴത്തേനും ഇവർ പറയാണ്, ഓ നോട്ട് ഹെൽപ്ഫുൾ ആൻസർ, അതായത് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മോഡൽ പറയാണ്, ഇറ്റ് ഫൗണ്ട് ദ കണ്ടന്റ് മേ ബി ഒഫൻസീവ് ഓർ സംതിങ്. അപ്പോൾ സംതിങ് ഈസ് റോങ് അല്ലേ? അപ്പോൾ ഈ കേസുകൾ, ഇങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസസ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ ശരിക്കും നമ്മൾ അതിനെ ട്വീക്ക് ചെയ്യാണ്. അതായത് നമ്മൾ മോഡലിനോട് പറയാണ്, സി ഐ വാണ്ട് യു ടു ബിഹേവ് ഇൻ സച്ച് എ വേ ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് കമ്മിങ് ഇൻ സച്ച് എ വേ. അവർ പറയാണ്, ഇഫ് ക്വസ്റ്റ്യൻ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ ഒരു പർട്ടിക്കുലർ ഒരു മേ ബി ഒരു സിംഗിൾ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ യു ഷുഡ് നോട്ട് ട്രീറ്റ് ദാറ്റ് ആസ് എ ജനറൽ ക്വസ്റ്റ്യൻ. യു behave like a banker, or you behave like a policy seller, or you behave like a uh, how to put it, a nurse or a doctor. അതായത് അപ്പം ഓട്ടോമാറ്റിക്കലി അപ്പം നമുക്ക് കുറച്ചും കൂടെ വരുന്ന ചോദ്യത്തിന് അവർ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ ടെംപ്ലേറ്റിനകത്ത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ബോട്ട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഈസ് വെരി സിമിലർ ടു അവർ സ്ട്രിങ് മാനിപ്പുലേഷൻ. നമ്മളൊരു പൈത്തണിനകത്തൊരു സ്ട്രിങ് മാനിപ്പുലേഷൻ ചെയ്യാറുണ്ട് അല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിവിടെ കൊടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ പറയാണ് ഫോർമാറ്റ് ഈസ് ഈക്വൽ ടു വേൾഡ് അല്ലേ? ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ സ്ട്രിങ്ങിനകത്ത് ഈ ഒരു പ്ലേസിലേക്ക് ഞാൻ ഇവിടെ പാസ് ചെയ്ത ഏഴ് ഇതും അങ്ങോട്ട് പോയി ആ സ്ട്രിങ്ങിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഇതേ സിമിലർ മെക്കാനിസത്തിലാണ് നമ്മുടെ ടെംപ്ലേറ്റും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ടെംപ്ലേറ്റ് പാസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നമ്മൾ പറയാണ്, ഈ പ്ലേസിൽ മൈ കോണ്ടെക്സ്റ്റ് വിൽ ബി ദെയർ ആൻഡ് ഈ പ്ലേസിൽ മൈ ക്വസ്റ്റ്യൻ വിൽ ബി ദെയർ. അപ്പോൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ എൻ്റെ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ ഈ ഹലോ വേൾഡ് പ്രിന്റ് ആയ പോലെ തന്നെ ഇവിടെ ഇത് ഫിൽ ആവുകയും, അതായത് ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് സിമിലാരിറ്റിയിൽ വന്ന ടോപ്പ് വൺ ചങ്ക് ഡോക്യുമെന്റ് ഇവിടെ കോണ്ടെക്സ്റ്റ് ആയി പാസ് ആവുകയും, ഞാൻ ഇവിടെ പാസ് ചെയ്ത ഈ ക്വയറി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആവുകയും ചെയ്തിട്ട് ഈ ടെംപ്ലേറ്റ് എൻ്റെ LLM ചെയിനകത്തേക്ക് പോകും. അങ്ങനെ LLM ചെയിനകത്ത് ബാക്ക് എൻഡിൽ അവർക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വെച്ച് ചോദിച്ചാൽ എന്താ റെസ്പോണ്ട് വരുന്നത് നമുക്ക് ചോദിക്കാം. നൗ ആ LLM അല്ലെങ്കിൽ ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വെച്ച് നമുക്ക് കിട്ടിയ ആൻസർ ആണ്, ദ ഡോക്യുമെന്റ് ഈസ് എ സാമ്പിൾ പോളിസി ഡോക്യുമെന്റ് ദാറ്റ് പ്രൊവൈഡ് ഫുൾ വേർഡിംഗ് ഫോർ ഓൾ ദ കവേഴ്സ് വി ഓഫർ. ഓക്കെ, all the covers we offer, all available options. So നമുക്ക് മനസ്സിലായി prompt engineering actually works. So this is just a straightforward Q&A bot. I just want to show you the importance of Falcon and prompt engineering and as well as FAISS. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഞാൻ ഈ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ് ഫാൽക്കൺ ആക്ച്വലി 180B, അവരുടെ ഏറ്റവും പുതിയ മോഡലായ 180B ഹഗ്ഗിംഗ് ഫേസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം 40B ഈസ് ഓൾറെഡി ലീഡിങ് ദ LLM benchmark model. So 180B it's gonna be only better, I hope. അപ്പം do test it out and let me know what's your thoughts. Do you guys really think we should go ahead with open AI embeddings or Hugging Face embeddings? And an important aspect, right? നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഹാലൂസിനേഷൻ. നോട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബട്ട് ചാറ്റ്, എസ്പെഷ്യലി LLMന്റെ. അതായത് നമ്മളിവിടെ കണ്ടു അല്ലേ, നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉള്ളത് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്കത് സ്പെസിഫിക്കലി ഇതിനകത്ത് പറയാൻ പറ്റും. അതായത് എൻ്റെ കോണ്ടെക്സ്റ്റിൽ, അതായത് ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ എംബഡിങ്സ് ആ ഒരു ഡോക്യുമെന്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇഫ് the above question and if the above question has answers in the document then only respond, otherwise say I don't know. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ഹാലൂസിനേഷൻ ക്യാപ്ചർ ചെയ്യാനും കുറച്ച് ഫെയിൽ സേഫ് മെക്കാനിസംസ് ബിൽഡ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് പാരാമീറ്റേഴ്സ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ആൻഡ് ആസ് വെൽ ആസ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഈസ് ദ easiest thing to do other than fine tuning or creating your own model from scratch. അപ്പം I hope you guys find it super helpful. Do test out the code and have fun and let me know if you have any questions in the comment. If you guys learned something,
Don't forget to subscribe so that I will be back with some more amazing content next week. Till then, take care. Bye bye.